ഹായ് ഹലോ ഫ്രണ്ട്സ്, CK ഫാമിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒന്നല്ല ഞാൻ ചെയ്യുന്നത്. ഇന്ന് മൊത്തത്തിലൊരു ക്ലീനിങ് വ്ളോഗാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ കുറച്ച് ദിവസം എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ഒരു 1.5 ആഴ്ചത്തോളം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ച് വന്നപ്പോൾ വീടൊക്കെ ആകെ പൊടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നൊരു ഡീപ്പ് ക്ലീൻ ചെയ്യാം. ഇനിയിപ്പോൾ വിഷുവൊക്കെ വരാൻ പോവുമല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്ലീനിങ്ങിന് ഇറങ്ങി കേട്ടോ. അപ്പോൾ നേരത്തെ എണീറ്റു ഞാൻ. അപ്പോൾ മുറ്റം അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി മുറ്റമൊക്കെ അടിക്കുകയാണ്. പിന്നെ ദിവസമൊന്നും ഞാൻ മുറ്റം അടിക്കാറില്ല, കാരണം അങ്ങനെ ഒരുപാടൊന്നും ചണ്ടി അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. ഞാൻ ആഴ്ചയിൽ ഒരു 2-3 ദിവസമൊക്കെ ആയിട്ടാണ് മുറ്റടിക്കാറ് കേട്ടോ. അധികം ഞാൻ ഈവനിങ്ങിലൊക്കെയാണ് മുറ്റടിക്കാറ്. രാവിലെ ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ അതിനൊക്കെ ആയിട്ട് നേരത്തെ പോവും. പക്ഷേ ഇന്ന് ഞാൻ നേരത്തെ മുറ്റടിക്കാമെന്ന് വിചാരിച്ചു, കാരണം ഇപ്പോൾ ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുറ്റടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒന്നാമത് ഇൻ്റർലോക്ക് ചെയ്തുകൊണ്ടും പിന്നെ ഈ ഇലകളൊക്കെ വീണ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അവിടെ പറ്റി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നേരത്തെ മുറ്റടിക്കാം. അപ്പോൾ അങ്ങനെ ഞാനങ്ങനെ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അങ്ങനെ കംപ്ലീറ്റ് മുറ്റടിച്ചു കേട്ടോ. അപ്പോഴാണ് സൈഡിൽ ഒരു ഓല വീണ് കിടക്കണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അത് അവിടെ കിടന്നാൽ അവിടെ കിടക്കും, അപ്പോൾ വേഗം അത് തറഞ്ഞ് കെട്ടാക്കി വെക്കാം. പിന്നെ ഞാൻ അടുപ്പ് കത്തിക്കാറുണ്ടല്ലോ, അതുകൊണ്ട് വിറക് ആവശ്യമാണ് ഇടയ്ക്ക് ഞാൻ കത്തിക്കുന്നതുകൊണ്ട്. പിന്നെ എൻ്റെ സൗണ്ട് കേട്ടിട്ട് ബുദ്ധിമുട്ടുണ്ടാവും എല്ലാവർക്കും. ഞാൻ എൻ്റെ എന്താ പറയുക, വീട്ടിൽ പോയി വന്നതിൻ്റെ ശേഷം പനിയൊക്കെ പിടിച്ച് ചെറുതായിട്ട് പനിയും ജലദോഷവും തൊണ്ടവേദനയൊക്കെ ആയിരുന്നു. അത് റിക്കവറായിട്ട് വരുന്നതേ ഉള്ളൂ, ഇപ്പോഴും റെഡി ആയിട്ടില്ല. അപ്പോൾ സൗണ്ടൊക്കെ റെഡി ആയി വരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ വേഗം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വേഗം ഞാൻ ചായ ഉണ്ടാക്കി കേട്ടോ. ഇഡ്ഡലി ഉണ്ടാക്കിയിരുന്നു, അപ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ. പിന്നെ ചായയും ചോറൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ പിന്നെ ക്ലീനിങ്ങിലേക്ക് ഇറങ്ങി. ഇനി നിന്ന നേരം വഴുകും, അപ്പോൾ അതുകൊണ്ട് വേഗം അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ. ചായ ഉണ്ടാക്കുന്നതും ഞങ്ങൾ പിന്നെ ചായ കുടിച്ചു. അതിനുശേഷം ഞാൻ വേഗം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ആദ്യം തന്നെ കിച്ചണാണ് ക്ലീൻ ചെയ്തത്. പിന്നെ ഈ കബോർഡ് കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ തലേദിവസം തന്നെ ഒക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് കുറേ കാലി പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, ബോട്ടിലൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ മാറ്റി വെച്ചു. പിന്നെ അവിടെയൊക്കെ ക്ലീൻ ആക്കി. അതൊക്കെ കഴുകി വെച്ചത് ഞാൻ പുറത്ത് വെയിലത്ത് കൊണ്ടുപോയി വെക്കുകയാണ് ഉണക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ ഇതേപോലെ തന്നെ ഇവിടെ വെയിലത്ത് വെച്ച് ഉണക്കിയതിൻ്റെ ശേഷമാണ് എടുത്ത് വെക്കാറ്. എല്ലാ പാത്രവും ഇല്ല, വലിയ വലിയ പാത്രങ്ങളൊക്കെ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മറ്റേ കിച്ചണിൽ ഇതേപോലെ തന്നെ കയറി ക്ലീൻ ചെയ്യാൻ പോകണം. ഇവിടെ ഞാൻ പിന്നെ വല്ലാണ്ട് അങ്ങനെ യൂസ് ചെയ്യാറില്ല, മറ്റേ കിച്ചണാണ് എപ്പോഴും യൂസ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഇവിടെ പിന്നെ വല്ലാതെ കൂടുതലായിട്ട് പണികളൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാനെന്നും ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് കൂടുതലായിട്ട് പണിയൊന്നുമില്ലായിരുന്നു. പിന്നെ ഈ ജനവാതിലൊക്കെ ജസ്റ്റ് ഒന്ന് തട്ടി തുടച്ച് ക്ലീനാക്കി. പിന്നെ കബോർഡും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ ആദ്യം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ചെടികളൊക്കെ മണി പ്ലാന്റും കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് വാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടായിരുന്നു, കാരണം ഞാൻ കുറച്ച് ദിവസം വീട്ടിലായതുകൊണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് പുതിയ വെള്ളമൊക്കെ നിറച്ച് ചെടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും അതിലേക്ക് നിറച്ച് വെക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും ഇതെന്താ കപ്പിൽ ഇങ്ങനെ വെച്ചേന്നുള്ളത്. അത് ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ കപ്പുകളെ. അപ്പോൾ അതെല്ലാം ഇതിങ്ങനെ ഷോക്കേസിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ കുറച്ച് വലിയ വലിയ കപ്പുകളിൽ ഇങ്ങനെ ചെടിയിട്ട് വെക്കാം, നല്ല ഭംഗിയായിരിക്കുന്നു. അങ്ങനെയാണ് ഞാൻ പിന്നെ അതിൽ ഒരു 3-4 കപ്പ് എടുത്തിട്ട് എൻ്റെ ഒരു ഐഡിയയ്ക്ക് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി, കാരണം അവിടെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ്. കാരണം ഒന്നാമത് ഗ്ലാസ്സൊക്കെ ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഗ്ലാസ് ആയതുകൊണ്ട് അവിടുന്ന് അങ്ങേ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല കാഴ്ചയാണ്, പാടാണ് അവിടെയൊക്കെ. അപ്പോൾ ഒരു പ്രത്യേക ഒരു വൈബാണ് അവിടെ നിൽക്കുമ്പം. അത് അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെയൊക്കെ അവിടെ അങ്ങനെ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ക്ലീനിങ് പരിപാടിയിലേക്കൊക്കെ ഞാൻ ഇറങ്ങി. ജസ്റ്റ് അവിടെ തുടച്ചെടുക്കാനുണ്ടായിരുന്നു, മിക്സിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് തുടച്ചു, കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ തുടച്ചു കേട്ടോ.
പിന്നെ അവിടെയുള്ള സിങ്കൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തു കേട്ടോ. ഈ സിങ്കൊന്നും ഞാൻ അങ്ങനെ എപ്പോഴും കോമൺ ആയിട്ട് യൂസ് ചെയ്യണില്ല. ഞാൻ പറഞ്ഞല്ലോ, മറ്റേ കിച്ചണാണ് ഞാൻ കോമൺ ആയിട്ട് യൂസ് ചെയ്യണേ. ഇവിടെ വല്ലപ്പോഴും ഒക്കെ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലാതെ പണികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഇവിടുത്തെ പണികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ പറ്റി. പിന്നെ ആ സൈഡിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചു. ഒരുപാട് സാധനങ്ങളുണ്ടാവും, കാരണം ഈ മക്കളെ ഐറ്റംസ് ആയിരിക്കും ഉണ്ടാവുക. അവരവിടെ ഇവിടെയൊക്കെ അങ്ങനെ ഓരോന്നും കൊണ്ടുപോയിടും. അപ്പോൾ അതൊക്കെ എടുത്ത് നല്ലതൊക്കെ മാറ്റി വെച്ച് വേണ്ടതൊക്കെ ഒഴിവാക്കി. അതിനിടയിൽ മോൻ വന്ന് തോണ്ടുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കൊന്നും അവൻ്റെ അടുത്ത് വന്ന് നോക്കും എന്താ ചെയ്യണമെന്നുള്ളത്. എന്താവോ, നല്ല സ്വഭാവമായതുകൊണ്ട് എനിക്ക് പണികളൊക്കെ ചെയ്യാൻ പറ്റി വേഗം. അങ്ങനെ കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞു. ഞാൻ പിന്നെ സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ നല്ല പൊടിയെന്ന്, ചെയറിൻ്റെ മുകളിൽ. ഒന്നാമത് ഞങ്ങളെ വീടിൻ്റെ ഫ്രണ്ടിൽ റോഡാണ്. അപ്പോൾ എല്ലാ വണ്ടികളും പോയിക്കൊണ്ടിരിക്കും, വലിയ വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ പൊടി നന്നായിട്ട് പാറും. അങ്ങനെയാണ് വീട് നന്നായിട്ട് പൊടി പിടിക്കണേ. കാരണം ഞാൻ വീട്ടിൽ പോണ സമയത്ത് മൊത്തം ക്ലീൻ ചെയ്തിട്ടായിരുന്നു ഞാൻ ഇവിടുന്ന് പോയിണ്ടായിരുന്നേ. പക്ഷെ വന്നു കഴിഞ്ഞാൽ എവിടുന്നാ പൊടി ഉള്ളിലെത്തണമെന്ന് അറിയില്ല. സിറ്റ് ഔട്ടിലും ഉള്ളിലൊക്കെ പൊടിയായിരിക്കും. അങ്ങനെ ഞാൻ പിന്നെ വേഗം അവിടെയൊക്കെ നന്നായിട്ട് തുടച്ചു കേട്ടോ. ചെടിയൊക്കെ മാറ്റി വെച്ച് ക്ലീൻ ചെയ്തു അവിടെയൊക്കെ നന്നായിട്ട്. പിന്നെ ഇവിടെയും അതേപോലെ തന്നെ മെയിനായിട്ട് പൊടി തട്ടാനൊക്കെ ആയിരുന്നു കൂടുതലായിട്ടുള്ള പണികളുണ്ടായിരുന്നത്. പിന്നെ മാറാല വല്ലാതൊന്നും ഉണ്ടായില്ലായിരുന്നു. ഞാൻ ഒരു 2-3 ആഴ്ച മുന്നേ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അല്ലാണ്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ വേഗം അവിടെയൊക്കെ തുടച്ച് ക്ലീൻ ചെയ്യാണ് കേട്ടോ. പിന്നെ വീടിൻ്റെ ഉള്ളിൽ ഇതേപോലെ തന്നെ എല്ലാ ജനവാതിലൊക്കെ തുടച്ച് മാറ്റി. പിന്നെ ടി വി ഞാൻ ടിഷ്യൂ ഒന്ന് ജസ്റ്റ് നനച്ചതിന് ശേഷമാണ് കേട്ടോ തുടക്കണേ. അല്ലെങ്കിൽ ഭയങ്കര സ്ക്രാച്ച് ഉണ്ടാവും. നമ്മൾ വേറെ എന്തെങ്കിലും തുണി എടുത്തിട്ടോ അല്ലെങ്കിൽ പേപ്പർ എടുത്തിട്ടൊക്കെ ഡയറക്റ്റ് നമ്മൾ ടി വി തുടച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ടിഷ്യൂ നനച്ച് തുടച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് തുടയ്ക്കാൻ പറ്റും. പിന്നെ ഞാൻ റൂമും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ മോൻ ആ റൂമിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ വല്ലാണ്ട് ഡീപ്പ് ക്ലീനിങ്ങിന് നിന്നിട്ടില്ല. കാരണം എല്ലാം പണി കഴിഞ്ഞ് ലാസ്റ്റ് അവിടെ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം മോൻ ഉറങ്ങല്ലേ. അപ്പോൾ ഞാനതിൽ നിന്ന് കഴിഞ്ഞാൽ അവൻ ഉണരും, പിന്നെ എൻ്റെ പണികളൊന്നും നടക്കില്ല. അതുകൊണ്ട് തന്നെ ഹോളത്തെ പണികളൊക്കെ ഞാൻ പെട്ടെന്ന് തീർക്കുകയാണ്. പിന്നെ മുകളിൽ, അതായത് വീടിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഞാൻ പിന്നെ തലേദിവസം തന്നെ ക്ലീൻ ചെയ്തിരുന്നു കേട്ടോ. കാരണം മുകളിലും ക്ലീൻ ചെയ്യാനുള്ളതുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നടക്കില്ല. കാരണം മക്കളുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തലേ ദിവസം ഞാൻ ക്ലീൻ ചെയ്തിരുന്നു. കാരണം നന്നായിട്ട് പൊടിയുന്നു. മുകളിലെ സിറ്റ് ഔട്ടൊക്കെ ആകെ നാശമായി കിടക്കുന്നു കേട്ടോ, പൊടി ഇടിച്ചിട്ട്. അപ്പോൾ ഞാൻ വേഗം മുകളിലൊക്കെ വേഗം ക്ലീൻ ചെയ്തു. അതൊന്നും പിന്നെ വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. എനിക്ക് തീരെ വയ്യേന്ന് അതുകൊണ്ട് ഞാനതൊന്നും വീഡിയോയിൽ എടുക്കാൻ നിന്നില്ല. കാരണം പെട്ടെന്ന് ക്ലീൻ ചെയ്ത് പോരാന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. കാരണം എൻ്റെ ഒരു ഇതിൽ, കാരണം ഒട്ടും വയ്യേന്ന് എനിക്ക്. അപ്പോൾ ഇനി ഡിലേ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അതൊക്കെ അങ്ങനെ ചെയ്തത് കേട്ടോ. പിന്നെ ഞാൻ റൂമിലേക്ക് വന്നു. റൂമിലെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടു. ഇനിയിപ്പോൾ വിഷു ഒക്കെ വരാൻ പോവുമല്ലേ. അപ്പോൾ വിഷുവിൻ്റെ മുന്നേ ഞാൻ, അതായത് വിഷു, ഓണം അങ്ങനെയൊക്കെ എന്തെങ്കിലും വരുമ്പോൾ അതിൻ്റെ കുറച്ച് ദിവസം മുന്നേ ഞാൻ വീടൊക്കെ മൊത്തത്തിൽ ഒരു ഡീപ്പ് ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. എന്തെങ്കിലും വിശേഷവും കാര്യങ്ങളൊക്കെ വരുന്ന സമയമാകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഇനി വിഷുവൊക്കെ അടുക്കാറായി, ഇനി കൂടുതൽ സമയമില്ല. പിന്നെ ഡ്രസ്സ് എടുക്കാൻ പോകാനും പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബിസിയാവും. അപ്പോൾ നമുക്ക് വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഡീപ്പ് ക്ലീൻ ചെയ്യണമല്ലോ, നമുക്ക് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യണം. അത് കുറച്ച് നേരത്തെ ആവാം, എന്നാൽ പിന്നെ നമുക്ക് റിലാക്സ് ആയിട്ട് ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ക്ലീനിങ്ങിലേക്ക് വേഗം ഇറങ്ങിയത്.
അങ്ങനെ റൂമത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി. ഏകദേശം റൂമിലെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് തുടയ്ക്കാനുള്ളൂ. പിന്നെ ഈ കട്ടിൽ ഭയങ്കര വെയിറ്റാണ്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇതെന്താ, ഒന്നാമത് നല്ല വെയിറ്റുള്ളതുകൊണ്ട്, കാരണം അടിയിലും കട്ടിലിൻ്റെ സൈഡിലും ഒക്കെ സ്റ്റോറേജ് ഉള്ള ഒരു ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വെയിറ്റാണ് ആ കട്ടിൽ. അതേപോലെ തന്നെ അലമാര അതേപോലെ തന്നെയാണ് കേട്ടോ. അത് ഞാൻ വലിയ മോനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് കൊണ്ടുത്തന്നതായിരുന്നു. അപ്പോൾ അതും ഇതേപോലെ തന്നെ ഭയങ്കര വെയിറ്റാണ്. 1-2 ആൾക്കാർ വേണം അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി മാറ്റാൻ തന്നെ. എനിക്ക് ഒറ്റയ്ക്ക് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നീക്കി അടിച്ചു വരാനൊന്നും എനിക്ക് പറ്റില്ല. കാരണം ഞാൻ സൈഡിലും അതേപോലെ തന്നെ അടിഭാഗമൊക്കെ അടിച്ചു വാരി ക്ലീനാക്കി അങ്ങനെ പോരുമായിരുന്നു കേട്ടോ. അങ്ങനെ ഈ റൂമത്തെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു. പിന്നെ എല്ലാ കബോർഡുകളും ഷെൽഫുകളൊക്കെ ഞാൻ പിന്നെ തലേ ദിവസം തന്നെ ഒക്കെ ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടി ഒരു ദിവസം നടക്കില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ നേരത്തെ ക്ലീൻ ചെയ്തു. പിന്നെ മാറാല തട്ടാനായിരുന്നു മെയിനായിട്ടുള്ള പണികളൊക്കെ ഉണ്ടായിരുന്നത്. അതൊക്കെയാണ് പിന്നെ ഇന്ന് തട്ടി ഒക്കെ എല്ലായിടത്തും തുടച്ചും ക്ലീനാക്കിയത് കേട്ടോ. മാറാല എന്ന് പറയുന്നത് നമ്മൾ ചിലന്തി കൂട്ടുന്നതിനാണ് കേട്ടോ മാറാല എന്ന് പറയണത്. എല്ലാ സ്ഥലത്തും അതന്നെയാണോ പറയാമെന്ന് അറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ മാറാല എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മാറാല തട്ടി ജസ്റ്റ് ഇന്നലെ ക്ലീൻ ചെയ്യാത്ത ഏരിയയിലൊക്കെ ഇന്ന് ക്ലീൻ ചെയ്ത് തുടച്ച് മാറ്റി അങ്ങനെ പോയിരുന്നു കേട്ടോ. പിന്നെ ഈ മാറാല തട്ടുന്ന സംഭവം ഞാൻ വാങ്ങിച്ചത് മീഷോന്ന് വാങ്ങിയതാണ്. നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. കാരണം നമുക്ക് ഹൈറ്റിനനുസരിച്ച് അത് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് നല്ലൊരു ഉപയോഗം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ പിന്നെ മാറാലൊക്കെ എല്ലായിടത്തും തട്ടിയതിന് ശേഷം ഒക്കെയാണ് അടിച്ചു വാരിയത്. അപ്പോൾ അടിച്ചു വാരിയപ്പോൾ ഒരുപാട് ചണ്ടികളുണ്ടായിരുന്നു കേട്ടോ, പേപ്പറും കാര്യങ്ങളൊക്കെ. അപ്പോൾ കത്തിക്കാനുള്ളതൊക്കെ സെപ്പറേറ്റ് ഞാൻ വേറെ കവറിലാക്കി ഒന്നായിട്ട് ഒരുമിച്ച് കത്തിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബാക്കിയുള്ളതൊക്കെ ചണ്ടിയൊക്കെ വേഗം വാരി ഒഴിവാക്കാനുള്ളതൊക്കെ സാധനങ്ങളൊക്കെ ഒഴിവാക്കി കേട്ടോ. അങ്ങനെ ഉള്ളിലുള്ള പണികളൊക്കെ ഏകദേശം തീർന്നു. അതിനിടയിൽ മോൻ മുറ്റമൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് പിന്നെ അങ്ങനത്തെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഉത്സാഹമാണ്. പിന്നെ ഞാൻ ഓരോന്ന് ചെയ്യുമ്പോൾ അവനെയും കൂട്ടുന്നുണ്ട് കേട്ടോ. കാരണം ഇന്നലെയൊക്കെ കബോർഡൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ അതേപോലെ ഷോക്കേസ് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ അവന് ഹെൽപ്പിന് നിന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എല്ലാത്തിനും അവനെ കൂട്ടും. കാരണം ഓൾറെഡി സ്കൂളൊന്നും ഇല്ലല്ലോ, അപ്പോൾ വെറുതെ ഇരിക്കുകയല്ല, ടി വിയും കണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അനുസരണക്കേടൊന്നുമില്ല കേട്ടോ, വേഗം ചെയ്യാറുണ്ട് അവന്. എൻ്റെ കൂടെ തന്നെ അങ്ങനെ ചെയ്യും. അങ്ങനെ പിന്നെ കിച്ചൺ എല്ലാ പണികളും കഴിഞ്ഞ് പുറത്ത് അവിടെയൊക്കെ ഞാൻ ഏകദേശം കഴുകി. പിന്നെ ഞാൻ കാറൊന്ന് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാറിന് മുകളിലൊക്കെ പൊടി പിടിച്ചിറക്കിയിരുന്നു. അപ്പോൾ വണ്ടികളൊക്കെ ഉണ്ട് സൈഡിലേക്ക് മാറ്റി വെച്ചതിൻ്റെ ശേഷം വണ്ടി ഇതേപോലെ തന്നെ പുറത്തേക്ക് എടുത്ത് ജസ്റ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറക്കുകയാണ്. ഈ കാറ് ഇപ്പം അടുത്ത് വാങ്ങിയതാണ്, പഠിക്കാനായിട്ട് വാങ്ങിയതാണ് കേട്ടോ. കാരണം ഞാൻ ലൈസൻസ് എടുത്തിട്ട് ഒരുപാട് വർഷമായി. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരു 5-6 വർഷമായി ലൈസൻസ് എടുത്തിട്ട്. അന്ന് ഞാൻ 2 വീലറിൻ്റെത് മാത്രമേ എടുത്തിരുന്നത്, 4 വീലർ എടുത്തില്ലായിരുന്നു. കാരണം അന്ന് എനിക്ക് 2 വീലർ മതി, 4 വീലറിൻ്റെ ഒന്നും ആവശ്യം വരില്ല.
അതൊന്നും എടുക്കേണ്ടി വരില്ല എന്നുള്ള മൈൻഡായിരുന്നു അന്ന് എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അന്ന് 4 കൊടുക്കാണ്ട് 2 വീലർ മാത്രം എടുത്തു. അപ്പോൾ ഞാനിപ്പോൾ അടുത്താണ് 4 വീലറിൻ്റെ ലൈസൻസ് എടുത്തത്. ഒരു 6 മാസമായിട്ടേ ഉണ്ടാവത്തുള്ളൂ കേട്ടോ. കാരണം ഞങ്ങളിപ്പോൾ അങ്ങനെ വീടെടുത്ത് താമസം മാറി. അപ്പോൾ എനിക്ക് മക്കളൊക്കെ കുറച്ച് വലുപ്പം വെച്ചപ്പോൾ മനസ്സിലായി കാറിലഞ്ഞാൽ ശരിയാവില്ല എന്ന്. അങ്ങനെ തൽക്കാലം വാങ്ങിയ ഒരു വണ്ടിയായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞതാണ്, കാരണം പുതിയ വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുകയല്ല, അപ്പോൾ ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഒരു 800 വാങ്ങി അതിൽ എയിമാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ വണ്ടി വാങ്ങിയത്. പെട്ടെന്ന് തന്നെ എനിക്ക് പഠിക്കാൻ പറ്റി കേട്ടോ. അപ്പോൾ സ്ത്രീകളെല്ലാവരും ഒന്നല്ലെങ്കിൽ ഒരു 4 വീലർ അല്ലെങ്കിൽ 2 വീലറിൻ്റെ ലൈസൻസ് മസ്റ്റായിട്ട് എടുത്തു വെക്കണം. ലൈസൻസ് എടുത്തു വെച്ചാൽ മാത്രം പോരാ, നിങ്ങൾ വണ്ടി എടുക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആരെയും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെ ആവശ്യത്തിന് നമുക്ക് എവിടെ വേണമെങ്കിൽ പോയി വരാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ വേഗം പോയി ഒന്ന് കുളിച്ച്, പിന്നെ ഞാൻ നമ്മളെ വീഡിയോ ഒക്കെ ജസ്റ്റ് മുമ്പത്തെ വീഡിയോ ഒക്കെ അങ്ങനെ TV-യിൽ വെച്ച് ഞാനും മോനും ഇരുന്ന് കാണുകയാണ് കേട്ടോ. അതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാത്ത ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാണ്ട് ലൈക്കും കമൻറ്റും ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും കേട്ടോ.